ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേപ്പിൾ ലീഫ് ആൻഡ് വെള്ളക്കരടി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മിഡ്ലാൻഡിലെ മാർട്ടർ ഷൈൻ മ്യൂസിയത്തിന് മുൻപിലാണ്. രക്തസാക്ഷികളുടെ പുണ്യ സങ്കേതം. സമ്മറിൽ മെയ് മുതൽ ഒക്ടോബർ വരെ ടൂറിസ്റ്റുകൾക്കായി ഇത് ഓപ്പൺ ചെയ്യുന്നു. ടൊറന്റോയിൽ നിന്നും 2 മണിക്കൂർ യാത്ര. വരുന്ന വഴിയിൽ ധാരാളം വീടുകളും കൃഷിസ്ഥലങ്ങളും വനങ്ങളും ഒക്കെ ഉണ്ട്. $10 കൊടുത്ത് പാസ് വാങ്ങി. ഗൈഡ് ഞങ്ങളെ മിനി തിയേറ്ററിൽ ആദ്യം പ്രവേശിപ്പിച്ചു. മ്യൂസിയത്തിൻ്റെ ചരിത്രം പ്രദർശിപ്പിച്ചത് കണ്ടു. ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി. തിയേറ്ററിൻ്റെ സ്ക്രീൻ അതാ ഷട്ടർ പോലെ ഉയരുന്നു. ഞങ്ങൾ മ്യൂസിയത്തിനകത്തേക്ക് കടന്നു. ഇവിടെ നാം കാണുന്നത് 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിഷണറിമാരുടെയും ഹുറോൺസിൻ്റെയും ജീവിത രീതി അതുപോലെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ലിവിങ് മ്യൂസിയം എന്ന് ഇതറിയപ്പെടുന്നത്. നമുക്ക് 400 വർഷം പുറകിലേക്ക് പോകാം. മിഷണറിമാരിൽ പ്രധാനികൾ ഫാദർ ജെറോം ലെമന്റ്, ഫാദർ ജീൻ ഡി ബോഫോ എന്നിവരായിരുന്നു. ഫാദർ ജീൻ രചിച്ച ഹെറോൺ കരോൾ എന്ന ഗാനം ഇന്നും കാനഡയിലെ എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളിലും ആലപിക്കുന്നു. നമ്മൾ ആദ്യം പ്രവേശിക്കുന്നത് ഒരു ചാപ്പലിലാണ്. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സാധിക്കും. ഞങ്ങൾ കുറച്ചു സമയം പ്രാർത്ഥിച്ചു. 1639 ഫ്രഞ്ച് മിഷണറിമാർ ഇവിടെ വന്ന് റെഡ് ഇന്ത്യൻസിൻ്റെ ഒരു വിഭാഗമായ ഹുറോൺസിനോടൊപ്പം ജീവിക്കുകയും അവർക്ക് പാർപ്പിടം, വസ്ത്രം, ആഹാരം, വിദ്യാഭ്യാസം ഇവ നൽകുകയും ചെയ്തു. നമ്മുടെ നാട്ടിലും മിഷണറിമാർ വന്നാണല്ലോ പള്ളിയും പള്ളിക്കൂടവും ഒക്കെ സ്ഥാപിച്ചത്. ഇനി നാം പ്രവേശിക്കുന്നതാണ് കാനഡയിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക ദേവാലയം. ഇവിടെ പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിക്കും. അച്ചട്ടാണ്. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടവരുണ്ട്. ഒന്നുകൂടി വരണം. ഇവിടെ എന്നും കുർബാനയുണ്ട്. 1639 എങ്ങനെ ഈ പള്ളി ആയിരുന്നോ ഇപ്പോഴും അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നു. ദേവാലയത്തിന്റെ പിൻഭാഗത്തായി 2 യുവതികൾ മാനിന്റെ തോലിൽ മുത്തുകോർക്കുന്നത് കാണാമല്ലോ. ബ്രേസ്ലെറ്റും ചെരുപ്പും ബാഗും ഒക്കെ നിർമ്മിച്ച് സെയിൽ നടത്തുന്നു. അതിൽ ഒരാൾ എണീറ്റ് വന്ന് ഞങ്ങളുടെ ആകാംക്ഷ കണ്ടപ്പോൾ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തു. മൂസിൻ്റെയും മാനിൻ്റെയും തോലുകൊണ്ട് നിർമ്മിച്ച ഡ്രസ്സ് അണിഞ്ഞു കാണിച്ചു. ചെരുപ്പ് കാണിച്ചു തന്ന് ഇത് മാനിൻ്റെ തോലാണെന്നും പണ്ട് കാലത്തെ മോഡലിലാണ് നിർമ്മിക്കുന്നതെന്നും അലങ്കാരമായി ചെരുപ്പിന് മുകളിൽ തുന്നി വെച്ചിരിക്കുന്നത് മുള്ളം പന്നിയുടെ മുള്ളു മുറിച്ചതാണെന്നും വിശദീകരിച്ചു. പുറകിലായി തൂക്കിയിട്ടിരിക്കുന്ന പഴയകാല ഡ്രസ്സാണ്. 10 വർഷത്തിന് ശേഷം 1649 ഫാദർ ജെറോയും ഫാദർ ജീനും കൊല ചെയ്യപ്പെട്ടു. പിന്നീട് 6 മിഷണറിമാർ കൂടി രക്തസാക്ഷികളായി. 100 വർഷങ്ങൾക്ക് ശേഷമാണ് 1954 ഫ്രഞ്ച് മിഷണറിയായ ഫാദർ ഡെന്നീസ് ഇവിടെ വന്ന് ഗവേഷണം നടത്തി. ഫാദർ ജീനിൻ്റെയും ഫാദർ ജെറോമിൻ്റെയും അഴുകാത്ത ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി. പോപ്പ് പയസ് 11 8 പേരെയും കനേഡിയൻ രക്തസാക്ഷികളായി 1930 പ്രഖ്യാപിച്ചു. എല്ലാവരെയും അടക്കിയ സ്ഥലം, അവർ ഉറങ്ങുന്ന മണ്ണ്, അല്പം മണ്ണ് കയ്യിലെടുത്തു. ഈ പുണ്യസ്ഥലം, പുണ്യാളന്മാർ ജീവിച്ച സ്ഥലത്ത് വരാൻ ദൈവം ഞങ്ങളെയും അനുഗ്രഹിച്ചു. തീർന്നില്ല. പാർട്ട് 2 നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. താങ്ക് യു.